അടുത്തതായി പോയ കാലത്ത് നമ്മുടെ സംഘടനാ രംഗത്തെ സജീവ സാന്നിധ്യവും SKSSF മുൻ മലപ്പുറം ജില്ലാ കൗൺസിലറുമായിരുന്ന ജനാബ് സിദ്ദീഖ് അലി സാഹിബ് രാങ്ങാട്ടൂർ സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. കേരളത്തിലെ സമ്പൂർണ്ണ ധാർമ്മിക വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SKSSFൻ്റെ ഈ സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലെ പരിപാടിയിൽ പൈതൃകം സെഷനിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ പ്രിയപ്പെട്ട സ്നേഹിതൻ PM സ്വാദിഖ് അലി, അതുപോലെ SKSSFൻ്റെ രൂപീകരണ കാലത്തെ അതിൻ്റെ അണിയറ ശില്പികളും അഭ്യുദയകാംക്ഷികളും ഇന്ന് അതിനെ ഏറെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള നല്ലവരായ നേതാക്കളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. SKSSFിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. SKSSF എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം SKSSFൻ്റെ രൂപീകരണം ഇവിടെ സൂചിപ്പിച്ച പോലെ ഇല്ലായ്മയുടെയും വല്യായ്മയുടെയുമൊക്കെ അവസരത്തിലാണ്. ഇന്ന് ഒരു 25ാം വാർഷികം ആഘോഷിക്കുന്ന പല സംഘടനകളും ഒരുപക്ഷെ അവർ സുഖലോലുപതയുടെ മെത്തയിൽ മേഞ്ഞു നടന്ന് വായിൽ വെള്ളിക്കരണ്ടിയുമൊക്കെയായി ജനിച്ചു വീണവരായിരിക്കും. SKSSF അങ്ങനെയല്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ പൊന്നാനി MES കോളേജിൽ പഠിക്കുമ്പോൾ ആ കാലത്താണ് SKSSFൻ്റെ രൂപീകരണം. അതിനു മുമ്പുണ്ടായിരുന്ന സംഘടനയുടെ പഞ്ചായത്ത് ജില്ലാ തലത്തിൽ ഇതുപോലെ വർത്തമാനം പറയാൻ നിയോഗിക്കപ്പെട്ട ആളെന്ന നിലയിൽ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽ നിന്ന് പുതിയൊരു സംഘടനയിലേക്കുള്ള കാൽവെപ്പ് വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിച്ചിരുന്നൊരു ഘട്ടമായിരുന്നു. ദൗർഭാഗ്യമോ സൗഭാഗ്യമോ ആവട്ടെ, അപ്പോഴുണ്ടായ ആ കുറച്ചാളുകളുടെ ഇറങ്ങിപ്പോക്ക് കാരണം മഹല്ല് തലങ്ങളിലുണ്ടായ അസ്വാരസ്യം ചെറുതൊന്നുമല്ല. അത് ചെറിയ കാര്യമായി എടുത്തുകൂടാ. കാരണം എല്ലാവരും മാനിച്ചിരുന്ന മുത്തഅല്ലിമീങ്ങളെ വേറെ ഒരു കണ്ണുകൊണ്ട് നോക്കുക, ആ വേഷത്തിൽ കാണുന്നവരെ ഒരു അലർജി കൊണ്ട് നോക്കുക. ആരെങ്കിലും പള്ളിയോ മദ്രസയോ പൊളിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ കേടുപാട് വരുത്താൻ വരുമ്പോഴോ കാവൽ നിൽക്കേണ്ടവർ കേടുവരുത്താൻ മുന്നോട്ട് വരിക. ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നിയൊരു ഘട്ടമായിരുന്നു. സത്യത്തിൽ കമിഴ്ന്നു കിടന്നു ഈ വിനീതൻ. കാരണം റബ്ബേ, ദീനീ രംഗത്ത് ഇങ്ങനെയുള്ളൊരു വിഭാഗീയതയൊന്നും വരരുതേ എന്ന് മനസ്സുകൊണ്ട് ഞാൻ വളരെ വേദനയോടുകൂടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയങ്കരനായ പിതാവിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു പള്ളിയിലെ ഖത്തീബായിരുന്നു. സമസ്തയുടെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഭാരവാഹി കൂടിയായിരുന്നു. ഇന്ന് അദ്ദേഹമില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം മഗ്ഫിറത്തും റഹമത്തും നൽകി നാളെ നമുക്കൊക്കെ അവരോടൊപ്പം റസൂലുള്ളാഹിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഞാൻ എൻ്റെ പിതാവിനെ ഓർക്കുകയാണ്. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, പ്രശ്നങ്ങളിലേക്കൊന്നും കുട്ടി പോകരുത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നപ്പോൾ എന്നാലും സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇപ്പോഴുള്ളൊരു സംവിധാനം, പിന്നെ എന്ത്, അലിഫ് റായ് അറ അറഅയ്തല്ലദീ ഓതിപ്പടിച്ച മദ്രസ, ആ മദ്രസ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലാണല്ലോ.
എൻ്റെ വീട്ടിൽ പലരും തിരഞ്ഞു വന്നു. SKSF ഉണ്ടാക്കിയ സമയത്ത് ഞാനിന്ന് ഓർക്കുകയാണ്, മർക്കസിലെ അന്നത്തെ അധ്യാപകനായ അച്ചൂർ ഫൈസിയും അതുപോലെ പാണ്ഡികശാല പൈങ്ങണ്ണൂരിലെ ഹമീദ് ഫൈസിയും ഒക്കെ ആയിരുന്നു തിരഞ്ഞു വന്നത്. ഞാൻ മുങ്ങലാണ്, ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരസ്പര പോരടിച്ചുള്ള ഈ ദൈന്യത കാണുമ്പോൾ, ആ പ്രയാസം കാണുമ്പോൾ, റബ്ബേ എവിടെ ശരി എവിടെ തെറ്റ് എന്നുള്ള ആ അങ്കലാപ്പിൽ വസ്വാസായപ്പോൾ വളരെ വളരെ വിഷമത്തോടു കൂടി വീണ്ടും 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 ആർക്കും പിടികൊടുക്കാതെ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ നാട്ടിൽ അന്നത്തെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ സംഘടനയുടെ ആളുകൾ ഒരു പരിപാടി വെച്ചു. ആ പരിപാടി കേട്ടപ്പോൾ തന്നെ അവരെക്കുറിച്ച് എന്താണ് തെറ്റ് എന്നുള്ളത് ആരും പറയാതെ എനിക്ക് ബോധ്യമാകുന്ന കോലത്തിലേക്ക്. കാരണം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാൾ, അല്ല പോട്ടെ ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളായാലും, അയാളെ ശൈലിയും സ്വഭാവവും നന്നെങ്കിൽ ആ സംഘടനയെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പറയിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ശൈലിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ നാട്ടിലുള്ള ദീനുമായി ബന്ധമില്ലാത്തവരൊക്കെ അത് വിജയിപ്പിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്നപ്പോൾ തരക്കേടില്ല എന്നൊരു ചിന്ത. ഇങ്ങനെ പോയാൽ അത് നോക്കിക്കാണുക അത് ചെറിയ കാര്യമല്ല, അതങ്ങനെ വെറും ഗ്യാലറിയിലിരുന്ന് കണ്ടാൽ പോരാ, അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നലാണ് ആദ്യം ഉളവാക്കിയത്. രണ്ടാമത്തെ പരിപാടിയും വെച്ചു, മൂന്നാമത്തെ പരിപാടിയും വെച്ചു. എന്നിട്ടും മഹല്ല് കമ്മിറ്റിയോ നമ്മളാരും മറുപടി വെച്ചില്ല. വെക്കാതെ ആയപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ 80% വരുന്ന മഹല്ലിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആജ്ഞാനുവർത്തികളൊക്കെ മറുകണ്ഠം ചാടുകയോ നിർവീര്യരാകുകയോ ചെയ്യുന്നൊരു സാഹചര്യം. അത് അങ്ങനെ കണ്ടപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ അവസാനം എന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിലെ പല ആളുകളും പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല, ഞങ്ങളും അങ്കലാപ്പിലാണ്. കാരണം മഹല്ലത്തുകളിൽ മുഴുവൻ പോലീസ് കാവലിൽ ജുമാ നടത്തുക, മദ്രസയിൽ 2 തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ വരിക, അതുവരെയായിട്ട് നാട്ടിലൊന്നും നേരാക്കാത്ത മദ്രസൊക്കെ പൊളിക്കാൻ തുടങ്ങി. അതിൻ്റെ ശേഷം നന്നാക്കിയ മദ്രസൊക്കെ കുറേ ഉണ്ട്. പക്ഷെ പൊളിഞ്ഞാടാനായ മദ്രസ ആരാ നേരാക്കുക എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഈ തർക്കം വന്നപ്പോൾ ചിലരൊക്കെ പൊളിച്ചുകൊണ്ടാവൽ തുടങ്ങിയപ്പോൾ എന്നാൽ നമ്മൾ വാർപ്പാക്കുക എന്ന് തീരുമാനം. അങ്ങനെ വാർപ്പായി കിട്ടിയ മദ്രസ കേരളത്തിൽ കുറേ ഉണ്ട്. വളരെ ഗൗരവതരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഞാൻ KV ഉസ്താദിനൊരു കത്തയച്ചു. അന്നതിന് 35 പൈസയാണോ 20 പൈസയാണോ ഓർമ്മയില്ലേ? ഇല്ലെൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്നു, ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ബഹുമാനനായ KV ഉസ്താദ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം നന്നാക്കട്ടെ. ഉസ്താദിന് ഞാൻ ഒരു കത്തയച്ചപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു വലിയ ആൾക്ക് കത്തയച്ചാൽ മറുപടി കിട്ടില്ല എന്ന ഉറപ്പിലാണ് ഞാൻ അയച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് എന്നെ ഒരാൾ തിരഞ്ഞു വരികയാണ്. ഒരു ക്യാമ്പിൽ ആ കത്ത് ബഹുമാന്യരായ KV ഉസ്താദ് വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് തിരഞ്ഞു പിടിച്ച് ഒന്ന് കാണണം. അങ്ങനെ നമ്മൾ 2 പ്രവർത്തകർ ഈ വിനീതൻ്റെ അടുക്കൽ വന്നു. ഞാനതിൽ നമ്പറിട്ട് കുറച്ച് സംശയങ്ങൾ എഴുതിയിരുന്നു. ആ സംശയങ്ങൾക്ക് ഭൂരിഭാഗവും 99% ഞാൻ 1% മാറ്റി വെക്കുകയാണ്. 99% എനിക്ക് നല്ല ഉത്തരം കിട്ടി. അപ്പം എൻ്റെ പിതാവിൻ്റെ ഉപദേശം അവിടെ വേറെ കിടക്കുന്നുണ്ട്. ആരെയും വെറുപ്പിക്കാതെ എന്തു പറഞ്ഞാലും പിന്നീട് ആളുകൾക്ക് അത് നല്ലതിനാണ് എന്ന് തോന്നണം. പറഞ്ഞാലും തമാശയായി പറഞ്ഞാലും കാര്യമായി പറഞ്ഞാലും വെറുപ്പ് തോന്നരുത് എന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശം എൻ്റെ മനസ്സിൽ തത്തിക്കളിക്കുകയായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നു. അങ്ങനെ എൻ്റെ നാട്ടിൽ ഒരു മറുപടി പ്രസംഗം വെച്ചു. അതിന് കൊണ്ടുവന്നത് തൊയ്യിബ് ഫൈസിയാണ്. തൊയ്യിബ് ഫൈസിയെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുക. കാരണം ആ 3 പ്രസംഗത്തിലും നാട്ടുകാർ പീടിയൊക്കെ അടച്ചു പോയ സമയം. പക്ഷെ തൊയ്യിബ് ഫൈസിയുടെ മാന്യമായ ശൈലി കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, സമസ്തയിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന്. ഇതിൽ നിന്ന് വലിയൊരു പാഠവും ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ശൈലി, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നല്ലതാണെങ്കിൽ നമ്മളിലേക്ക് ആൾക്കാർ നല്ല വരും. നമ്മളൊരു പരിപാടി വെച്ചതോടുകൂടി ആ മഹല്ലിൽ ഒരു 5
എതിർ പ്രസ്ഥാനക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള 4 അങ്ങോട്ട് പറഞ്ഞേക്കാനാണ് മൈക്ക് സെറ്റ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത്. ത്വയ്യിബ് ഫൈസിയുടെ മാന്യമായ രീതിയിലുള്ള, അതായത് നമ്മുടെ വൃദ്ധരായിട്ടുള്ള പണ്ഡിതന്മാരെ വരെ മാന്യത കീപ്പ് ചെയ്യാതെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന പ്രവണത അപ്പുറത്തുനിന്ന് വന്നപ്പോൾ അതിനൊക്കെ മാന്യമായ രീതിയിൽ മറുപടി നൽകിയപ്പോൾ ആ ഒരൊറ്റ പരിപാടിയോടുകൂടിയാണ് എൻ്റെ മഹല്ല് തിരിച്ചു കാറ്റ് വീശിയത്. അത്ഭുതാവഹം. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയുള്ള ആളുകൾ, ബഹുമാനായ സമദ് പൂക്കോട്ടൂർ സാഹിബ് ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ പലരും, ഞാൻ എടുത്തു പറഞ്ഞ് സമയം കളയുന്നില്ല. ആ ശൈലി കൊണ്ട് അങ്ങനെ നീങ്ങിയപ്പോൾ അകന്ന് നിന്നിരുന്നവരൊക്കെ കേൾക്കാൻ വരികയും അന്ന് പരിപാടി വെച്ചോടത്തൊന്നും വലിയ കുഴപ്പമില്ല, വക്കാത്തോടത്തൊക്കെ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് വേറെ മേച്ചിൽപ്പുറം തേടിപ്പോയില്ല നമ്മുടെ ആളുകളിൽ അധികം ആളുകളും. അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ മദ്രസാ രംഗത്തുണ്ടായിരുന്ന അപജയം ചെറിയ സംഭവമൊന്നും ആവൂലായിരുന്നു, അത്രക്കും വലിയ ഒരു സംഭവമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വിട പറഞ്ഞു പോകുമ്പോൾ അവർ വേറെ പേരും വേറെ കൊടിയും സ്വീകരിച്ച് അങ്ങനെ പോകാറാണ് പതിവ്. ഇത് ഒരേ പേരിൽ തന്നെ അറിയപ്പെടുക, ഒരേ കൊടി തന്നെ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലാതെ സാധുക്കളായ ജനങ്ങൾ വിശ്വാസത്തിലാകും. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഉജാലക്കുപ്പി ഇതാണ് ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ തുണിയിൽ അത് മുക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയവനും വന്നിട്ട് പറയുകയാണ് ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തുണി എടുത്ത് ഏതിലാണ് മുക്കുക? വലിയൊരു വിഷയം തന്നെയാണത്. അപ്പോൾ ഞാൻ നമ്മുടെ പണ്ഡിതന്മാരോട് പറഞ്ഞു, ആ 99 ഞാൻ പറഞ്ഞ ഒന്നതാണ്, നമുക്കൊരു കേസുമായി അങ്ങനെ പോയാൽ അതിന് നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞ മറുപടി ഒരു നരിമാൻ ജുഡീഷ്യറിയിൽ നീതിപീഠത്തിൽ അവിടെ എഴുന്നേറ്റിരിക്കണമെങ്കിൽ 1,00,000 ഉറുപ്പ്യ ചിലവാണ്, അതിന് ഒഴിഞ്ഞ പൈസ നമ്മളെടുത്തില്ല. അതൊരു വല്ലാത്തൊരു മറുപടിയായിരുന്നു. സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കി, വെറുതെ ഒരു രൂപ പോലും അങ്ങനെ ചിലവഴിക്കാതെ. ആ സമയത്ത് എൻ്റെ മഹല്ല് പ്രസിഡൻ്റാണ് CH ഹൈദരോസ് മുസ്ലിയാർ. CH ഹൈദരോസ് മുസ്ലിയാരെ കൊണ്ടുവന്ന ഒരു സമ്മേളനത്തിൽ വിനീതൻ സ്വാഗതം പറഞ്ഞത് ഈ അവസരത്തിൽ നീങ്ങി. നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ഇതിലൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികൾക്കും വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അവർക്കൊക്കെ ജന്മത്തിൽ തന്നെ അംഗീകാരം കൊടുത്തിരുന്നു. ഗാർഡിയൻ്റെ പേര് ചോദിച്ചാൽ വാപ്പാൻ്റെ പേരായി എഴുതിയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പേരിൽ അവർക്ക് ഗാർഡിയൻ, നെയിം ഓഫ് ഗാർഡിയൻ എന്നുള്ളിടത്ത് ബ്ലാങ്ക് ആയിരുന്നു, ആരെ പേരും എഴുതിയിരുന്നില്ല. സമസ്തൻ്റെ കുട്ടി എന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയിരുന്നു. അങ്ങനെ ഒരു സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എൻ്റെ തൊള്ള പൊത്തിയിട്ട് പറഞ്ഞ സമസ്തൻ്റെ വിദ്യാർത്ഥി സംഘടന അല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടാവും, മനസ്സിലായില്ലെങ്കിൽ ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞതിൻ്റെ പിന്നെ. അപ്പോൾ സമസ്തയുടെ കുട്ടിയാണല്ലോ, സമസ്തയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, ഞങ്ങളതിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറയാതെ ഇങ്ങനെ ഗ്യാലറിയിലിരുന്ന് പണ്ഡിതന്മാർ കണ്ടു. പോക്ക് എങ്ങണ്ടാന്ന് നോക്കാൻ, പോക്ക് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട്. കണ്ട എത്ര ദീർഘവീക്ഷണം. നേരത്തെ നൽകിയിരുന്നുവെങ്കിൽ, അതിൻ്റെ കീഴ്ഘടകമായി പോഷക സംഘടനയായി മാറിയിരുന്നുവെങ്കിൽ പിന്നീട് വലിയ വിപത്തുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. പടച്ചോൻ കാത്തു. വളരെ മനോഹരമായി പിന്നീട് SKSF-നെ നേരിട്ട് ഏറ്റെടുത്ത് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ന് അതിൻ്റെ മാറ്റം ഗംഭീരമാണ്, ട്രെൻഡും വൈബാദും. പക്ഷേ ഞാനൊരു ആത്മവിമർശനം നടത്തുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പഴയ പ്രവർത്തകരെ അങ്ങനെ നമ്മൾ തിരഞ്ഞു പിടിക്കണം, അകറ്റരുത്, തിരഞ്ഞു പിടിക്കണം. ഇന്നും നമ്മളൊക്കെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും മറക്കാൻ പറ്റാത്ത സമസ്തയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ്. പക്ഷേ നമ്മളിൽ പലരിൽ ചിലർ എന്ന് പറയാം ഒരു KSRTC മനോഭാവത്തിലാണ്. വന്നോരെ കയറ്റുക, അത് പറ്റൂല. ഞാൻ പറയുന്നു ലിമിറ്റഡ് സ്റ്റോപ്പ് മനോഭാവത്തിലാവണം. തൃശ്ശൂർ എന്ന് തന്നെ വിളിച്ച് കയറ്റണം. അങ്ങനെ കയറ്റിയാൽ ആളുകൾ കയറും. അവനെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. പോകുന്നവനെ ഒരു ചവിട്ടും കൂടി ചവിട്ടി അകറ്റലല്ല, അവന് കയ്യും കൂടിയും കൊടുത്ത് ഇങ്ങോട്ട് കയറ്റണം. ഒരു KSRTC മനോഭാവത്തിലാവണം. നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം. നമ്മളൊക്കെ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയെ പല ആളുകൾക്കും കൊള്ളാറുണ്ട്. പക്ഷേ നമുക്കൊക്കെ അത് ഏറ്റുപെടയുമ്പോൾ വേദന തോന്നുമെങ്കിലും അവർക്കൊക്കെ പിന്നീട് ഉറക്കം വന്നാൽ രാവിലെ വിളിച്ചിട്ട്
എന്നെപ്പറ്റി പറഞ്ഞതായാലും വലിയ ഇഷ്ടമായിട്ടോ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ട്. ആ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു നാട്ടിക ഉസ്താദ്. നാട്ടിക ഉസ്താദ് എത്ര മനോഹരമായിട്ടായിരുന്നു നല്ല പരിഹാസ്യത്തിൻ്റെ സ്വരത്തിൽ, ആക്ഷേപ സ്വരത്തിലൊക്കെ സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വരികൾ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോഴും മാന്യത പുലർത്തി സംസാരിച്ചു. നാട്ടികയുടെ ഒരു ക്വാളിറ്റി അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുറവ്, നമ്മുടെ ഒരു പ്രതിരോധ സേന കമാൻഡറായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം ധന്യമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. പകരം ആരും വന്നിട്ടില്ല. ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പോകാറുണ്ട് ആനുകാലിക വിഷയങ്ങളിലൊക്കെ നാട്ടിക ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി ഗംഭീരമായി അവർക്ക് കൊണ്ട് ആ അസ്ത്രമേറ്റ് അവർ പൊളയുന്നുണ്ടാകും, പക്ഷെ എണീറ്റിരുന്ന് അവർ കേൾക്കും. അങ്ങനെ വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. നമ്മെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം, മാതൃകാ പുരുഷന്മാരാവണം. ഈ പൈതൃകത്തിൽ എനിക്ക് ഒരു മെസ്സേജായി തരാനുള്ളത് അതാണ്, ഞാനടക്കം. എങ്ങനെ മാതൃകാ പുരുഷന്മാർ? നമ്മുടെ ശൈലി. നമ്മൾ തന്നെ പാതിരാവായത് വെച്ചിട്ട് പറയുന്നവനും സുബൈ കള്ളാക്കുക, കേട്ടവനും സുബൈ കള്ളാക്കിയാൽ മാതൃക ഒക്കെ പാടെ ഒരു വൈക്കായിപ്പോയി. അങ്ങനെ വേണം, നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത്, എൻ്റെ നാട്ടിൽ ദീന് വിശ്വസിച്ചൊരു വ്യക്തി പള്ളിയിൽ വന്ന് ജുമാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, വല്ല സിദ്ദീഖലി, ഈ ജുമാൻ്റെ മുമ്പുള്ള ജുമാൻ്റെ മുമ്പുള്ള സുന്നത്തിൽ കുനൂത്തുണ്ടോന്ന്. ജുമാൻ്റെ മുമ്പുള്ള സുന്നത്തിൽ കുനൂത്തുണ്ടോന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു ഈ സംഭവം. അത് നോക്കുമ്പോൾ ഈ കാട്ടുകള്ളന്മാർ ആയിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ 2 കൈ മേപ്പെട്ട് ഉയർത്തി കാട്ടുന്നത്. ഇത് കണ്ടിട്ട് അവനൊക്കെ ദീൻ വിശ്വസിച്ച് വന്നവൻ പൊന്നാനി മാവിനത്തു നിന്ന് കാണാത്ത കാഴ്ചയാണത്. അവനവൻ്റെ മഹല്യത്തിൽ വന്നപ്പോൾ കാണുകയാണത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വാതിലിൻ്റെ മറുവിലൊക്കെ പോയി നിന്നിട്ട് സുബഹിസ്കരിച്ചാൽ മതി. ഇങ്ങനെ എല്ലാവരും കാണത്തക്ക രൂപത്തിൽ അങ്ങനെ നിന്നാൽ നമ്മളെയാണ് മാതൃകയാക്കാനുള്ളത്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്വം. നമ്മൾ തമാശയായി ചിരിച്ചു തള്ളാനുള്ളതല്ല. ഞാൻ പറയുന്നു, മാറ്റം വരുത്താൻ കേരളത്തിൽ കഴിയുന്ന ഏക സംഘടന സമസ്തയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല. കാരണം എന്താണെന്നറിയോ? വമ്പിച്ച ജനബാഹുല്യമുള്ളൊരു പ്രസ്ഥാനമാണ് നമ്മൾ മാറ്റം ഉണ്ടാക്കിയ ആ മാറ്റം. ഇപ്പോൾ വിവാഹ ധൂർത്തിനെതിരെ ചില സംഘടനകൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് മാധ്യമം ദിനപത്രത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ ലേഖനം, അത് ഞാൻ നിങ്ങളെ മുമ്പാകെ പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? പലരും വിവാഹരംഗത്തെ ഇത്തരം വേണ്ടാത്തരങ്ങൾക്കെതിരെ ശബ്ദിച്ചിരുന്നുവെങ്കിലും വേണ്ട ഫലം ഉളവാക്കിയില്ല. പക്ഷെ പാണക്കാട് തങ്ങന്മാർ മുന്നോട്ട് വന്നത് ശുഭകരമാണ്. കാരണം അവർ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ഭൂരിപക്ഷ മഹല്ലത്തുകാരും. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവരെടുത്ത തീരുമാനം വേണ്ട വിധം പ്രാവർത്തികമാക്കിയ അങ്ങനെ ഉണ്ടാകുന്ന മാറ്റം മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാറ്റമാണ്. അപ്പോൾ നമ്മൾ ആൾക്കൂട്ടുണ്ട് സമ്മേളനം ഭയങ്കരമായിരുന്നു, ലക്ഷണ്ടായി എന്നല്ല. റിസൾട്ട്, വാട്ട് ഈസ് റിസൾട്ട് എന്താണ്? അതാ നോക്കേണ്ടത്. റിസൾട്ട് നോക്കണം. എന്താണ് അതിൻ്റെ ഫലം നോക്കണം. തക്ബീർ മുഴക്കി ഘനഗാംഭീര്യത്തിൽ പ്രസംഗിച്ച് നമ്മൾ ആർജവത്തോടുകൂടി മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് 1-ാം പേജിൽ അതിൻ്റെ ചിത്രം കൊടുത്ത്, അതിലപ്പുറം ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഞാൻ പറയുന്നു, പാണക്കാട് കുടുംബം നമ്മുടെ കപ്പിത്താന്മാരായി നമുക്ക് മുമ്പിലുണ്ട്. അവർ നേതൃത്വം നൽകി നമുക്ക് അവരുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള ദീനീ രംഗ പ്രവർത്തനം അൽഹംദുലില്ലാഹ് അള്ളാഹു എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. കാരണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله
أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. ചുരുക്കുകയാണ്. 10 മിനിറ്റ് ഉദ്ദേശിച്ചതായിരുന്നു, നീട്ടണം എന്ന് പറഞ്ഞപ്പോൾ നീട്ടി, ഇപ്പോൾ ചുരുക്കണം എന്ന് പറഞ്ഞപ്പോൾ ചുരുക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുത്തുന്ന മാറ്റം ചില്ലറ മാറ്റാവില്ല. ട്രെൻഡ് ഒരു മഹാസംഭവമാണ്. IAS-മായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ്റെ സുഹൃത്ത് ഹാറൂൺ റഷീദ് ആ വിവരം അറിയിച്ചപ്പോൾ എൻ്റെ മോളെ ഞാൻ ആ ക്ലാസ്സിൽ കൊണ്ടുപോയി. മറ്റു സമൂഹത്തിലെ മക്കളുണ്ടായിരുന്നു. അവിടെ ഉയർന്നു നിന്നത് SKSF ആണ്. മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ വലിയ തെളിവ് തന്നെയാണ്. ഇനി ഇബാദും അതേപോലെ ദായിമാർ, ഞാൻ ചുരുക്കുകയാണ്, നമ്മൾ പഠിച്ചത് നമ്മൾ ചെയ്യുന്നു. കിട്ടിയവരെ മാത്രം വെച്ച് ദഅവത്ത് നടത്തുന്നു. അതിലപ്പുറം ഒരു മദ്യപാനിയെ മദ്യപാനി അല്ലാതാക്കി മാറ്റാൻ എന്തുണ്ട് വഴി? ഇന്നത്തെ ക്യാമ്പസുകൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ക്യാമ്പസുകളാണ്. നമ്മളൊന്നും വിചാരിച്ച പോലെയല്ല. റബ്ബേ, വിദ്യാഭ്യാസത്തിൻ്റെ ശരീരം തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് ദുആ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. മക്കൾ ബാപ്പാക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു, സോറി ഫാദർ, ഐ ആം മാരീഡ്, കല്യാണം കഴിഞ്ഞിരിക്കണം. കോടതി വരാന്തയിൽ വന്ന് ആരെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ പിന്നാലെ എന്ന് പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കി പറയുന്ന മക്കൾ വരുന്നു. അള്ളാഹു കാക്കട്ടെ. അതിനെന്ത് കുറവെന്ന് വന്നു? ഇവിടെ മതം കുറഞ്ഞുപോയി. വാരിത്തിന്നാൻ ഭൗതികവും തൊട്ടുകൂട്ടാൻ മതവുമായിരിക്കുന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. മദ്രസ വന്നാൽ തന്നെ 8:15 നഴ്സറി വണ്ടിൻ്റെ ഓണടി കേട്ട് പോവുകയാണ്. ക്യാമ്പും ക്ലാസ്സൊന്നും ഇല്ല, സ്ത്രീകൾക്കും കൊടുക്കുന്നില്ല. മദ്രസ സമദ് പൂക്കോട്ടൂർ സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1.5 മണിക്കൂർ പ്രവർത്തിച്ച് 22.5 മണിക്കൂർ പൂട്ടിയിടുന്ന ദുന്യാവിലെ ഏക സ്ഥാപനമായി മാറിയിരിക്കുന്നു. വളരെ ഗൗരവതരം. നമ്മുടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ആത്മഹത്യ ചെയ്തതിൻ്റെ ശിക്ഷ എന്ന ബോധമില്ലാതെയായിരിക്കുന്നു. മുമ്പ് 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മദ്രസയിലെ പെൺകുട്ടി സ്കൂൾ നിർത്തിയോളായിരുന്നു. ഇന്ന് മദ്രസ നിർത്തിയിട്ട് പോകുന്ന കുട്ടിയാണ്. MCA, MBA, MSc, MSc, MCom അങ്ങനെ പോവുകയാണ്. മതം കുറച്ച് കേൾക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, വാരിത്തിന്നാൻ ഭൗതികവും തൊട്ടുകൂട്ടാൻ മതവുമാണ്. കുറച്ചേ മതം കേൾക്കുന്നുള്ളൂ. എന്നാലോ മദ്രസയിൽക്കിപ്പോൾ സാമൂഹ്യ സുരക്ഷാ ഫണ്ടും കേന്ദ്ര ഫണ്ടൊക്കെ വന്നപ്പോൾ കണക്കും സയൻസും ഇങ്ങോട്ട് വന്നിക്കുക. ഞാൻ പറഞ്ഞ ദീനിയാത്തും അഖ്ലാഖും അങ്ങോട്ടാണ് പോകേണ്ടത്. സ്കൂളിലേക്ക് ദീനിയാത്തും അഖ്ലാഖും അങ്ങോട്ട് പോകേണ്ടതിന് പകരം കണക്കും സയൻസും ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഇതാ വരുന്നു ഒരു വെക്കേഷൻ.
എന്താ നമ്മുടെ പണി? ഞാൻ SKSF-നോട് നിർദ്ദേശിക്കുകയാണ്. പല സംഘടനകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സമ്മർ കോച്ചിങ് ക്യാമ്പ് നമ്മുടെ കുട്ടികൾക്ക് ദീനിയായി ബോധനം നൽകണം. അപ്പോൾ ചിലർ പറയും, ചില ഉസ്താദുമാർ പറയലുണ്ട്, ചെക്കൻ ഉമ്മാൻ്റെ കൊടുക്ക് വിരുന്ന് പോയതാണ്. ഞാൻ പറയുന്നു, സമസ്തക്ക് ചെയ്യാൻ കഴിയാവുന്നതല്ലേ? വിരുന്ന് പോയോടത്ത് ഇവിടുന്ന് പോണ കുട്ടിക്ക് ചേരാനുള്ള അവസരം കൊടുക്കണം. ഇവിടുന്ന് വിരുന്ന് ഉമ്മാൻ്റെ കൊടുക്ക് പോയാൽ ഓനക്കൊരു ഒരു തിരിച്ചറിയൽ കാർഡ് കൊടുക്കി ഓൻ എന്നോടത്തുനിന്ന് വരികയെന്ന്. ഓൻ അവിടെ ഇരിക്കട്ടെ, അവിടുന്ന് വരുന്ന കുട്ടി വിരുന്നോടത്ത് കയറിയിരിക്കട്ടെ അവിടെ. എന്നിട്ട് ദീനിങ്ങനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ മാതല്ല വമ്പിച്ച കഷ്ടകാല. ചിലവരെ വിചാരം എന്താണെന്നറിയാം, അതൊക്കെ പള്ളിക്കൽ ഉസ്താദ്, അത് സദർ ഉസ്താദ്, ഓല കുട്ടികൾ, അല്ലെങ്കിൽ സമസ്തൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ, നമുക്കിതൊന്നും ബാധകമല്ല എന്നാണ്. അത് ഏതുപോലെ അറിയോ? ഞാനത് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. മുഹിയദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് നടക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദ് മുത്താലിമീങ്ങൾ അങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി നല്ലവനായിരുന്നു, സത്യമേ പറഞ്ഞിരുന്നുള്ളൂ, കളവ് പറഞ്ഞിരുന്നില്ല, ഉമ്മാനെ മാനിച്ചിരുന്നു, വഞ്ചിച്ചിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ ഓരോ മുഹിയദ്ദീൻ ഷെയ്ഖ് ആകാൻ ശ്രമം നടത്തണം. അപ്പോൾ ഒരു ചെക്കനൊരു തിരിഞ്ഞളി. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഓനെ ശ്രദ്ധിച്ചു, എന്താടാ, ഞാൻ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, എല്ലാവരും ഓരോ മുഹിയദ്ദീൻ ഷെയ്ഖ് ആകാൻ നോക്കണം. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, അത്രേ, എല്ലാവരും മുഹിയദ്ദീൻ ഷെയ്ഖ് ആയാൽ പിന്നെ ആരാന്ന് നിങ്ങൾക്ക് ചിലവ് കൊണ്ടുവരാന്ന്. അപ്പോൾ ഓൻ്റെ വിചാരം ഓൻ ചിലവ് കൊണ്ടുവരാനായിട്ട് ജനിച്ച മനുഷ്യനാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. ഈ ക്ഷണിച്ചതിന് എൻ്റെ ഹൃദയത്തിൽ തട്ടി, കൽബിൽ തട്ടിയ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.